ഹായ് ഹലോ ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ കാണിക്കുന്നത് രാധികാമ്മയും വിലാസിനിയും തമ്മിലുള്ള പൊരിഞ്ഞ അടിയാണ് കേട്ടോ. അറയ്ക്കൽ തറവാട്ടിൽ വന്ന് വിലാസിനിയുടെ ഇരിപ്പ് കണ്ടപ്പോൾ രാധികാമ്മയ്ക്ക് അങ്ങോട്ട് അരിശം കയറുകയാണ് കേട്ടോ. അന്നേരം പറയുന്നുണ്ട്, എന്തിനാടി നീ ഇവിടെ കയറി ഇരിക്കുന്നത്? ആജ്ഞാപിക്കണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറയണേ. അന്നേരം നിനക്ക് എന്താടി പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് പറയാനുള്ളത് ഭദ്രേട്ടനെ നിങ്ങൾ ജയിലിൽ നിന്ന് ഇറക്കണം. കൂടാതെ ഇതുവരെ ഭദ്രേട്ടൻ ജയിലിൽ കിടന്നതിനുള്ള നഷ്ടപരിഹാരവും തരണമെന്ന് പറയണേ. അതെന്തിനാ ഞാൻ തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ കാരണമല്ലേ എൻ്റെ ഭദ്രേട്ടൻ ജയിലിൽ കിടക്കുന്നതെന്ന് പറയാണ് കേട്ടോ വിലാസിനി. എൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം തട്ടിയതും പോരാ, എന്നിട്ട് ഞാൻ രക്ഷിക്കണമെന്നോ? അതൊന്നും നടക്കില്ല. മര്യാദയ്ക്ക് എൻ്റെ 50 ലക്ഷം രൂപ തിരിച്ചു തന്നോ എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് 50 ലക്ഷം രൂപ തന്നത് എന്ന് എനിക്ക് കോടതിയിൽ പറയേണ്ടി വരും. മര്യാദയ്ക്കല്ലെങ്കിൽ എൻ്റെ മോൾ പ്രിയയെ നിങ്ങൾ അവിടെ ഗാർഹിക പീഡനം നടത്തുന്നുണ്ടെന്ന് ഞാനും ഒരു പരാതി കൊടുക്കുമെന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നിനക്കും കൂടി നിന്റെ ഭർത്താവിൻ്റെ കൂടെ ജയിലിൽ പോയി കിടക്കാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പ്രിയ വരികയാണ്. അന്നേരം പ്രിയയും പറയുന്നുണ്ട്, ഞാനും പറഞ്ഞു കൊടുക്കും അമ്മ എന്നെ വീട്ടിലിട്ട് ഗാർഹികമായി പീഡിപ്പിക്കുന്നുണ്ടെന്ന്. അപ്പം അമ്മ അച്ഛനോടൊപ്പം ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും എന്ന് പറയണേ. കേട്ടല്ലോ, മര്യാദയ്ക്ക് ഇറങ്ങി പോവാൻ നക്കടി എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്നും മുകളിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ പ്രിയ വിലാസിനിയെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ പോകാൻ കൂട്ടുവെക്കുന്നില്ല കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ ഇരുന്ന് സമരം ചെയ്യാൻ പോവാ, സേവ് ദ ഭദ്രേട്ടൻ എന്ന് പറഞ്ഞ് ഞാൻ സമരം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറയണേ. അപ്പോൾ അവിടെ കാഞ്ചനയും രേഖയും വരുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, ഒരു പ്രശ്നവുമില്ല, നിങ്ങളെ വിളിക്കാൻ സമയമാകുമ്പോൾ ഞാൻ വിളിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. കാഞ്ചനയോടായിട്ട് പറയുന്നുണ്ട്, കാഞ്ചനെ എനിക്കായിട്ടുള്ള ഭക്ഷണം എടുത്തു വെക്ക്, ഭക്ഷണം കഴിച്ചിട്ടാവാം സമരം ചെയ്യലെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അമ്മ സങ്കടപ്പെടാതിരിക്കെ, ഗീതു വന്നിട്ട് നമുക്ക് ഇത് പരിഹരിക്കാം എന്ന് പറയാം കേട്ടോ രേഖ. അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട്, സാപ്പാട് എടുത്ത് വെക്കണമാ, നിന്നോടല്ലേടി പറഞ്ഞത് ഭക്ഷണം എടുത്ത് വെക്കാൻ. ഭക്ഷണം കഴിച്ച് മുടിപ്പിച്ചിട്ട് തന്നെ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറയാം കേട്ടോ വിലാസിനി. പ്രിയ വിചാരിക്കുന്നുണ്ട് എന്താ ഇപ്പം ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഗീതു വരുമായിരിക്കും എന്ന് പറയുമ്പോൾ, ഗീതു വന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ എന്തായാലും എൻ്റെ ഭദ്രേട്ടനെ പുറത്തിറക്കിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വിലാസിനി അവിടെ കുത്തിരിപ്പ് തന്നെ. തുടർന്ന് വിജയലക്ഷ്മിയുടെ വീട്ടിലാണെങ്കിൽ ഒരു ജ്യോത്സ്യൻ വന്നിട്ടുണ്ട്. അന്നേരം ഗീതു അങ്ങോട്ടേക്ക് വരികയാണ്. ഞാനൊരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മേഡത്തിൻ്റെ അടുത്തേക്ക് വന്നതെന്ന് പറയുമ്പോൾ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. മേഡം അന്ന് അറയ്ക്കൽ തറവാട്ടിൽ വന്നിട്ട് നടത്തിയ പെർഫോമൻസ് ഉഗ്രനായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കേട്ടോ ഗീതു. ഞാൻ ഏതായാലും അവിടെ കയറാൻ അവസരം നോക്കി നിൽക്കുകയായിരുന്നു, അതൊക്കെ പിന്നെ പറയാം, നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി ഗിതുവിനെയായിട്ട് അകത്തേക്ക് പോവാണ്. അന്നേരം അവിടെ ജ്യോത്സ്യൻ വന്നിരിപ്പുണ്ട്. അറയ്ക്കലേക്ക് ഞാൻ വരാറുണ്ടായിരുന്നു. മാധവൻ നായർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ പല പ്രശ്നങ്ങളും വയ്ക്കാറുണ്ടായിരുന്നു അവിടെ. മാധവൻ നായരുടെ കൂടെ രാധിക എന്ന സ്ത്രീ എന്നു കൂടിയോ അന്ന് തുടങ്ങി മാധവൻ നായരുടെ കഷ്ടകാലം എന്ന് പറയണേ. ചേരേണ്ടത് തമ്മിലേ ചേരാൻ പറ്റുള്ളൂ. സത്യങ്ങൾ മാത്രം പറയുന്ന എന്നെ രാധികയ്ക്ക് കണ്ണെടുത്ത കണ്ടുകൂടാതായി. മാധവൻ നായരുടെ ജീവിതത്തിലേക്ക് രാധിക പ്രവേശിച്ചപ്പോൾ മാധവൻ നായരുടെ ജീവൻ അങ്ങെടുത്തു ദൈവം. എന്തു ചെയ്യാനാ, ചേരണ്ടാത്തവർ തമ്മിൽ ചേർന്നാൽ പ്രശ്നങ്ങൾ ഇങ്ങനെ ഗുരുതരമായിക്കൊണ്ടേയിരിക്കും എന്ന് പറയാണ് കേട്ടോ ജ്യോത്സ്യൻ. എന്നെ എന്തായാലും ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് കുട്ടിയുടെയും ഗോവിന്ദൻ്റെയും ജാതകം ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഗോവിന്ദ് മാധവൻ്റെ ഭാര്യ വിജയലക്ഷ്മിക്ക് പ്രിയപ്പെട്ടവളായതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറയാണ് കേട്ടോ. ഇങ്ങനെ ഒരു സന്ദർഭം വന്നില്ലായിരുന്നെങ്കിൽ അറയ്ക്കലെ ഒരു കാര്യത്തിനും ഞാൻ വരില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തിരുന്നതാണ് എന്ന് പറയാൻ കേട്ടോ ജ്യോത്സ്യൻ. തുടർന്ന് ജ്യോത്സ്യൻ കവടിയൊക്കെ നിരത്തി വെച്ചിട്ട് ജ്യോത്സ്യൻ നോക്കി പറയുന്നത് മറ്റൊന്നുമല്ല, ഗോവിന്ദൻ ഇപ്പം മോശ സമയാ എന്ന് പറഞ്ഞതും ഗീതു ആകെ ഞെട്ടാണ് കേട്ടോ. മരണം വരെ സംഭവിക്കാം എന്ന് പറയുമ്പോൾ, ഈശ്വര എൻ്റെ കണ്ണാട്ടനൊന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഗീതു. ഇപ്പോൾ വളരെ മോശ സമയമാണ് ഗോവിന്ദിന്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സൂക്ഷിച്ചിരിക്കണം. ഗീതാഞ്ജലി കൂടെ ഉള്ളത് കൊണ്ടാവാം ഇതുവരെ ഒരു അബദ്ധം സംഭവിക്കാതിരുന്നത്. കുട്ടിയുടെ നാളും നക്ഷത്രം എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രം രാവിലെ 6:30 ജനനം എന്ന് പറയണേ. അങ്ങനെ അയാൾ ആ നാളും പേരും വെച്ച് വീണ്ടും കവടി നിരത്തി നോക്കുകയാണ് കേട്ടോ. അന്നേരം പറയുന്നുണ്ട്, ഗോവിന്ദനെപ്പോൾ ചീത്ത സമയമാണെങ്കിലും കുട്ടിക്ക് ഇപ്പോൾ നല്ല സമയമാണ്. ഗോവിന്ദൻ്റെ ജാതകത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ളത് തടയുന്നത് കുട്ടിയുടെ ഈ ജാതകം കൊണ്ടാണ്. അത് ചേരേണ്ടവർ തന്നെയാണ് ചേർന്നിരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ ജ്യോത്സ്യൻ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വിജയലക്ഷ്മി പറയുന്നുണ്ട്, കേട്ടോ ഗീതു, നീ ഭാര്യയായി ഉള്ളതുകൊണ്ടാ ഗോവിന്ദനിപ്പോൾ ഒന്നും സംഭവിക്കാത്തതെന്നാ സ്വാമി പറഞ്ഞതെന്ന് പറയുമ്പോൾ ഗീതുവിന് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. കൂടുതൽ പരിഹാരത്തിനായി പല വഴിപാടുകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ജ്യോത്സ്യൻ. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദൻ്റെ ആയുസ്സും കൂടും എന്ന് പറയണേ.
ഇത് കേൾക്കുന്ന വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട്, പൂജയും വഴിപാട് മാത്രം കഴിച്ചാൽ പോരെ, പ്രദർശനം വേണോ സ്വാമി എന്ന്. എൻ്റെ അറിവിൽ കുറെ പണമൊക്കെ കൊടുത്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ശരീരത്തെ തന്നെ വേദനിപ്പിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതാണ് എന്ന് പറയുകയാണ് കേട്ടോ ജ്യോത്സ്യൻ. ഗോവിന്ദൻ്റെ ജീവൻ കുട്ടിയുടെ കയ്യിലാണ് എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവാണ് കേട്ടോ. ജ്യോത്സ്യൻ പോയി കഴിഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്ത് പൂജയാണ് ഞാൻ കണ്ണേട്ടന് വേണ്ടി ചെയ്തത്, അതുകൊണ്ടാണ് കണ്ണേട്ടൻ്റെ ആയുസ്സൊന്നും പറ്റാത്തത് എന്നാണല്ലോ ജ്യോത്സ്യൻ പറഞ്ഞത്. പിന്നീട് ഓർമ്മ വരികയാണ് കേട്ടോ ഗീതുവിന്. ജയലക്ഷ്മി വന്നിട്ട് എന്താ ചിന്തിക്കുന്ന ഗീതു എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ കണ്ണേട്ടന് വേണ്ടി എന്ത് പൂജയാണ് ചെയ്തതെന്ന് ഓർക്കുകയായിരുന്നു എന്ന് പറയണേ. ഞാനൊരിക്കൽ കഴിപ്പിച്ചിരുന്നു മാം എന്ന് പറയാണ്. എൻ്റെ കണ്ണേട്ടൻ്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെ പോകും എന്ന് പറയാൻ കേട്ടോ ഗീതു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.